ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൗദിയിൽ നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പറയുന്ന പരാതിയാണ് തവക്കലിൻ്റെ ആപ്പ് എൻ്റെ മൊബൈലിനകത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തവക്കലിൻ്റെ ആപ്പ് എന്നെ കാണിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ആയതിനു ശേഷം വർക്ക് ആവുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോണിൽ അങ്ങനെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്തരത്തിലാണ് തവക്കലിൻ്റെ ആപ്പ് വർക്ക് ചെയ്യിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തവക്കലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ആകാത്ത ആളുകൾക്ക് ഗൂഗിളിൽ പോയിട്ട് തവക്കലിൻ്റെ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്തു. എൻ്റെ കയ്യിൽ ക്രോമാണുള്ളത്. അപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തവക്കൽന എന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനതിന് തവക്കൽന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർച്ച് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസുകൾ ഇങ്ങനെയാണ്: തവക്കൽന COVID-19 ആപ്പ് ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ, തവക്കൽന COVID-19 ഓൺ ആപ്പ് സ്റ്റോർ എന്ന് കാണിക്കുന്നുണ്ട്. തവക്കൽന എന്ന് മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ തവക്കൽന എന്ന് മാത്രം എഴുതിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും അത് ലോഡായി വരുന്നുണ്ട്. ഇത് തവക്കൽനയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. തവക്കൽനയുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റാണ്. ഇതിനകത്ത് പോയിട്ടാണ് നമ്മൾ ഇന്ന് തവക്കൽനയുടെ രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ലോഡാകാൻ ഇച്ചിരി സമയമുണ്ട്, കാരണം ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്ന കാരണം ഇപ്പോൾ തവക്കൽനയുടെ ആപ്പ്, അതുപോലെ തന്നെ ആപ്പ് ഷെയറിൻ്റെ എല്ലാം സൈറ്റുകളെല്ലാം ബ്ലോക്കാണ്, സ്ലോ ആണ്. അപ്പോൾ നമ്മളേതായാലും നമുക്ക് തുറന്നു വരുമ്പോഴുള്ള ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണുന്നത്. അതിൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, എന്തിനാണ് ആപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം പേജ് എബൌട്ട് തവക്കലിൻ്റെ സർവീസ്, അതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനാണ്. അങ്ങനെ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലോഡായി വരുന്നുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ. ഇപ്പോൾ കണ്ടോ, ഇവിടെ അറബിയാണ് വന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് ആക്കുന്നത്? അതിൻ്റെ സൈഡിൽ ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റീഫ്രഷ് ആയി വരുന്ന പേജിനകത്ത് ഇംഗ്ലീഷിലായിരിക്കും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകുക. അതെ, ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ലോഗിൻ എന്ന് കാണുന്നുണ്ട്. അവിടെ ഇക്കാമ നമ്പറും പാസ്വേഡ് അടിച്ചു കൊടുക്കുക. സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. പുതിയ തവക്കലിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് താഴെയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പുതിയ തവക്കലിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്കാമ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ട് അവരെ എഗ്രിമെൻറ്റ് അഥവാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് അടിക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്യുക, ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. ഇതെല്ലാം വീഡിയോക്കകത്തുണ്ട്, താഴെ വീഡിയോ ഉണ്ട്. അത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി താഴെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കാൻ അറിയാത്ത ആളുകൾ നമ്മുടെ പേജിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തും തവക്കലിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ നിലവിൽ തവക്കലിനുള്ള ആളായതുകൊണ്ട് ഞാൻ എൻ്റേത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇക്കാമ നമ്പർ അടിച്ചു കൊടുത്ത്, അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ തവക്കലിനയുടെ പാസ്വേഡും ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇക്കാമ നമ്പർ മുകളിൽ യൂസർ നെയിമായിട്ടും പാസ്വേഡ് എന്താണ് എന്നുണ്ടെങ്കിൽ അത് താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു 4 അക്ക OTP നമ്മുടെ ആപ്ഷി രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിനകത്ത് വന്നിട്ടുണ്ടാവും. അതാണ് ഇനി നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഫോണിനകത്ത് 4 അക്ക കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ വെരിഫിക്കേഷൻ കോഡായിട്ട് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പേജിൽ നമ്മുടെ തവക്കലിനയുടെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിലെൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നുണ്ട്. എൻ്റെ ഇക്കാമ നമ്പർ കാണിക്കുന്നുണ്ട്, എൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഗ്രീന് ഇതിനകത്ത് കാണിക്കുന്ന ബാർകോഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ തവക്കൽ. നമുക്ക് എവിടെയെങ്കിലും എൻട്രൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പാസ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഇതിനകത്ത് കാണിക്കുന്നതാണ്. ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് അതിൻ്റെ ടൈം കറക്റ്റാണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് കടകളിലേക്കും ആളുകളിലേക്കെല്ലാം എൻട്രൻസ് തരുന്നത്. അപ്പോൾ ഇതിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം വരുന്നത് കൃത്യമായിട്ട് മാറും. ഇനി ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രൊഫൈലാണ്. എൻ്റെ പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്, എൻ്റെ പേര് കാണിക്കുന്നുണ്ട്, എൻ്റെ ഇക്കാമ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളെ കറണ്ട് ലൊക്കേഷൻ, റെസിഡൻഷ്യൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതും ഇതിനകത്തുണ്ട്. ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിനകത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് ഹോം പേജിലേക്ക് പോകാൻ പോവാണ്. ഞാൻ ഹോം പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് തന്നെ പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ഇതിൽ വരുന്ന ഈ ഒരു ബാർകോഡാണ് നമ്മുടെ എൻട്രൻസിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജുകൾ, ഒരുപാട് ലാംഗ്വേജ് ഇതിനകത്തുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ലാംഗ്വേജ് ഏതാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇത്രയും നമ്മൾ ചെയ്ത് കമ്പ്യൂട്ടറിനകത്താണ്. ഇതേ സെയിം പ്രോസസ്സ് മൊബൈലിനകത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് തവക്കലിൻ്റെ ആപ്പ്
എങ്ങനെ ഡൗൺലോഡ് ആകാത്ത ആളുകൾക്ക് തവക്കൽനയുടെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു 4 വീഡിയോ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് ആപ്ഷീർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഒന്ന് ആപ്ഷീറിന്റെ പാസ്വേഡ് മറന്നുപോയവർക്ക് അത് എങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ആപ്ഷീർ ഉപയോഗിച്ച് തവക്കലിന് ആപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ആപ്ഷീർ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ തവക്കലിന് ആപ്പ് രജിസ്റ്റർ ചെയ്യാം. ഈ 4 ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.